ഇന്ന് സംസാരിക്കുന്നത് പ്രതിഷ്ഠയും പ്രതിഷ്ഠാപനവും എന്ന ലേഖനത്തെക്കുറിച്ചാണ്. ഈ ലേഖനം രചിച്ചിരിക്കുന്നത് ശ്രീമതി കവിത ബാലകൃഷ്ണനാണ്. മലയാളത്തിലെ ശ്രദ്ധേയായ ചിത്രകാരിയും കവിയും കലാനിരൂപകയും ചരിത്രകാരിയുമാണ് കവിത ബാലകൃഷ്ണൻ. ഗവേഷണം നടത്തിയിരിക്കുന്നത് മലയാളത്തിലെ ആനുകാലികങ്ങളുടെ ഇല്ലസ്ട്രേഷനെ പറ്റിയാണ്. കവിതാ ബാലകൃഷ്ണൻ്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ കേരളത്തിലെ ചിത്രകലയുടെ വർത്തമാനം, അങ്കവാലുള്ള പക്ഷി, പൂ എന്ന പെൺകുട്ടി എന്നിവയാണ്. ഇതിലാദ്യം പറയുന്ന ഒരു ആശയം, കേരളീയ നവോത്ഥാന ചരിത്രത്തിൽ ശ്രീ നാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠകൾക്ക് വളരെ വലിയ പങ്കുണ്ട്. പക്ഷേ അദ്ദേഹം പ്രതിഷ്ഠകൾക്ക് വിഗ്രഹങ്ങൾ, സാധാരണ വിഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്ന പ്രതിഷ്ഠകൾക്ക്. പക്ഷേ അദ്ദേഹം വിഗ്രഹങ്ങൾക്ക് പകരം കല്ല്, വിളക്ക്, കണ്ണാടി പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിച്ചത്. എന്നിട്ട് അവയ്ക്ക് ദൈവസങ്കല്പം നൽകി. ആ ദൈവസങ്കല്പം തന്നെ കാളി, മാടൻ പോലുള്ള കീഴ്ജാതിക്കാരുടെ ഉൾപ്പെടുന്ന ദൈവസങ്കല്പങ്ങളല്ല, പകരം ശൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ശൈവ സങ്കല്പം അല്ലെങ്കിൽ ശിവൻ്റെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഇത്തരം പ്രതിഷ്ഠകളെക്കുറിച്ചും ആ പ്രതിഷ്ഠകൾ കൊണ്ട് അദ്ദേഹം എന്ത് സന്ദേശമാണ് സാധാരണ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചത്, അതിൻ്റെ പ്രതിഷ്ഠാപനത്തെ പറ്റിയും ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നു. അപ്പോൾ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ആ വസ്തു എന്ന് നമുക്ക് അവിടെ പറയാം. ഇനി ആ പ്രതിഷ്ഠ കൊണ്ട് ഉദ്ദേശിക്കുന്ന വളരെ വലിയ ചില സങ്കല്പങ്ങളുണ്ട്, വളരെ വലിയ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ ഉറപ്പിക്കുന്ന രീതിയെ നമുക്ക് പ്രതിഷ്ഠാപനം എന്ന് പൊതുവെ പറയാം. ഇനി അദ്ദേഹം തുടർന്ന് പറയുന്നത് കലയെയും രാഷ്ട്രീയത്തെയും ചേർത്ത് പറയുന്നു. കല എന്ന സങ്കല്പവും രാഷ്ട്രീയം എന്ന സങ്കല്പവും. അല്ല, അദ്ദേഹം ഈ കവിതാ ബാലകൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് നമ്മൾ സാധാരണ കക്ഷി രാഷ്ട്രീയമല്ല, പാർട്ടിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയമല്ല, പൊതുപ്രവർത്തനം എന്ന രീതിയിലുള്ള രാഷ്ട്രീയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയം എന്ന വാക്കുകൊണ്ട് ആ കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അദ്ദേഹം ഈ കവിതാ ബാലകൃഷ്ണൻ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലെ കലാപരത അന്വേഷിക്കുന്നുണ്ട്. കലയും രാഷ്ട്രീയത്തിനെയും പരസ്പരം ഒന്നായിത്തീരുന്ന വിവിധ സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായി കർഷക സമരം, ആദിവാസി നിൽപ്പ് സമരം, പൗരത്വ ബില്ലിനെതിരായ സമരം, ഇതൊക്കെ കാണുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ പൊതുപ്രവർത്തനമാണ്. പക്ഷെ അതിനകത്ത് ചില കലാപരതയുടെ അംശങ്ങൾ കവിതാ ബാലകൃഷ്ണൻ കണ്ടെത്തുന്നു. അതുപോലെ തന്നെ നവോത്ഥാന കാലഘട്ടത്തിലും ഇതുപോലെ ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നു. അതിൽ പ്രധാനമായി പറയുന്നത് മുലക്കരം പിരിക്കാൻ വന്ന കങ്കാണിമാർക്ക് മുലയെരിഞ്ഞു കൊടുത്തതായി കേൾക്കുന്ന ചിരുതയുടെ കഥയും, പന്തിഭോജനം നടത്തിയ സഹോദരൻ അയ്യപ്പൻ്റെ കഥയും, ഉപ്പ് കുറുക്കി ജനങ്ങളെ സംഘടിപ്പിച്ച് പദയാത്ര നടത്തിയ ഗാന്ധിയുടെ കഥയും പറയുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെല്ലാം, പൊതുപ്രവർത്തനങ്ങളിലെല്ലാം നവോത്ഥാന കാലത്തും കലയുടെ അംശങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കവിതാ ബാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. അതുപോലെ തന്നെ ഗുരുവിൻ്റെ പല രാഷ്ട്രീയ പ്രവർത്തികളിലും, അതായത് പൊതുപ്രവർത്തികളിലും, ഈ പ്രതിഷ്ഠ ഉൾപ്പെടുന്ന പല പൊതുപ്രവൃത്തികളിലും കലയുടെ അംശം, കലാപരതയുടെ അംശം കവിതാ ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടുകയാണ്. ലേഖിക തുടർന്ന് പറയുന്ന കാര്യം, ലോകത്തിൽ ആശയങ്ങൾ കൂടുതലും ജീവിക്കുന്നത് അനുഭൂതിയുടെ മണ്ഡലത്തിലാണ്. എന്നാൽ കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടാൻ അനുവദിക്കാത്ത വസ്തുക്കളും ഇടങ്ങളുമാണ് അനുഭൂതിയുടെ മണ്ഡലങ്ങളെ അഭിമുഖീകരിക്കാൻ സാധ്യത നൽകുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബദൽ പ്രതിഷ്ഠകൾ അത്തരത്തിൽ ചില മൗലിക സന്ദർഭങ്ങൾക്ക് പശ്ചാത്തലം സൃഷ്ടിച്ചു. പക്ഷേ അവയെല്ലാം പ്രതിഷ്ഠാപന കലയെന്ന് വ്യവഹരിക്കപ്പെടാറില്ല. മറിച്ച് ജാതി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഉപയുക്തമാവും വിധം ഒരു വ്യവഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. കലയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ഉപയുക്തമായ രീതിയിൽ ഒരേ ഘടകങ്ങൾ വർത്തിക്കുന്നുണ്ട്. അവയെ വിമർശിക്കാനുള്ള മുഹൂർത്തങ്ങളായി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠാപന പ്രക്രിയകളെ കാണാൻ കഴിയും. അതായത് ആശയങ്ങൾ ചില വസ്തുക്കൾ അല്ലെങ്കിൽ ബിംബങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിയിലാണ് ആശയങ്ങൾ ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ബദൽ പ്രതിഷ്ഠകൾ, അതായത് വിഗ്രഹത്തിന് പകരം അദ്ദേഹം കല്ല് പോലുള്ള വസ്തുക്കൾ പ്രതിഷ്ഠിച്ചതിലൂടെ ഒരു ബദൽ പ്രതിഷ്ഠാപനമാണ് ചെയ്തത്. പക്ഷേ അത് അവയുടെ ശരിയായ അർത്ഥത്തിലുള്ള ആശയങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വെറും ജാതി രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഉപയുക്തമായ വിധം ഒരു വ്യവഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു വയ്ക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുന്നതിൽ പരാജയം സംഭവിക്കുന്നുണ്ട് എന്നാണ് ലേഖിക അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ലേഖിക തുറന്നു പറയുന്ന കാര്യം, അപ്പോൾ ഇങ്ങനത്തെ പ്രതിഷ്ഠാപന കലയുമുണ്ട്, രാഷ്ട്രീയവുമുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമെന്ന് പറയുന്ന പൊതുപ്രവർത്തനത്തിൽ ഉൾട്ടുന്ന ഒരാശയമുണ്ട്.
അത് മനസ്സിലാക്കാൻ നമുക്ക് അതിന് മനസ്സിലാക്കിയിട്ടൊരു ദാർശനിക തലം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും ഇനി അതിൻ്റെ കലാപരമായ അംശം മനസ്സിലാക്കാൻ വേണ്ടിയും അതിന് കലാചരിത്ര ബോധം നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നും ലേഖിക പറയുന്നുണ്ട്. ഇനി അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടുത്തെ കലാകാരന്മാർ യൂറോപ്പിലെ ആശയകലയുടെയും ഇൻസ്റ്റലേഷൻ്റെ സന്ദർഭങ്ങളെയും തങ്ങളുടേതാക്കാൻ ശ്രമിക്കേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിന് തുടർച്ചയായി രാജാരവിവർമ്മയുടെ ചിത്രങ്ങളെയും അതുപോലെ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളെയും ലേഖിക താരതമ്യം ചെയ്യുകയാണ്. രാജാരവിവർമ്മയുടെ ജീവിതകാലത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ പ്രത്യേകത സർവാഭരണ വിഭൂഷിതയായ ആഡംബരപ്രിയായ വനിതകളുടെ ചിത്രമാണ് അദ്ദേഹത്തിൽ വരച്ചിരിക്കുന്നത്. ഇത് യൂറോപ്പിൽ വികസിച്ച് വന്ന നാച്ചുറലിസത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം അത് വരച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രാജാരവിവർമ്മയുടെ കാലഘട്ടത്തിൽ ഇവിടെ അദ്ദേഹം വരച്ചിരിക്കുന്നത് സർവാഭരണ വിഭൂഷിതയായ വനിതകളുടെ ചിത്രങ്ങളാണെങ്കിലും അദ്ദേഹത്തിന് ചുറ്റും കാണപ്പെട്ടുള്ള വനിതകളുടെ പ്രത്യേകത ഒറ്റ മുണ്ടുടുത്ത അല്ലെങ്കിൽ രണ്ട് മുണ്ടുടുത്ത ദാരിദ്ര്യം പേർന്ന വനിതകളാണ്. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന അദ്ദേഹം കണ്ടിട്ടുള്ള വനിതകളുടെ ചിത്രമല്ല വന്നിരിക്കുന്നത്. പകരം യൂറോപ്യൻ മാതൃകയിലുള്ള ചില ചിത്രങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ യൂറോപ്യൻ മാതൃക അനുസരിച്ച് ഒരു വസ്തുവിനോ ആശയത്തിനോ പകരം അതിൻ്റെ പകർപ്പുകൾ മതിയെന്നും അതിൻ്റെ യാഥാർത്ഥ്യം ഈ പകർപ്പുകൾക്ക് അപ്പുറമല്ലെന്നും തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ചിത്രഭാഷയാണ് യൂറോപ്പിൽ വികസിച്ചു വന്ന ഈ നാച്ചുറലിസം എന്ന സങ്കല്പം. അപ്പോൾ രവിവർമ്മ വരച്ചിരിക്കുന്ന നാച്ചുറലിസത്തിൻ്റെ പ്രത്യേകത അത് ചുറ്റും കാണപ്പെടുന്ന അദ്ദേഹത്തിന് ചുറ്റും കണ്ടിട്ടുള്ള ആൾക്കാരുടെ നാച്ചുറലിസം അല്ല, പകരം സർവാഭരണ വിഭൂഷിതയായ ആൾക്കാരുടെ നാച്ചുറലിസമാണ് അതിനകത്ത് വരച്ചിരിക്കുന്നത്. അതായത് ഒരു പകർപ്പുകൾ, കലണ്ടർ പോസ്റ്ററിലെ ചിത്രങ്ങളുടെ പകർപ്പുകൾ എന്ന രീതിയിലാണ് പറയുന്നത്. ആ പകർപ്പുകൾക്കപ്പുറം ഒരു ദാർശനിക സങ്കല്പം ഇല്ല എന്നാണ് ഈ നാച്ചുറലിസം എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ വായനക്കാരനും പിശുക്കനും തെരുവ് ഗായകരും തടവറയിലെ സ്ത്രീയും തൊഴിലാളി സ്ത്രീകളും ഒക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥമായ സമൂഹത്തെ വരച്ച് കാട്ടുകയായിരുന്നില്ല ഓരോ രവിവർമ്മ ചിത്രങ്ങൾ. അപ്പം നാച്ചുറലിസം സങ്കല്പത്തിൽ ചുറ്റും കാണപ്പെടുന്ന ആൾക്കാരുടെ നാച്ചുറലിസം അല്ല വരച്ചിരിക്കുന്നത്, പകരം യൂറോപ്യൻ മാതൃകയിലുള്ള ചില പകർപ്പുകൾ, കലണ്ടർ പോസ്റ്ററുകൾ പോലുള്ള ചിത്രങ്ങളുടെ പകർപ്പുകളാണ് അവിടെ എടുത്തിരിക്കുന്നത്. അവിടെ ആശയപരമായ സങ്കല്പത്തിന് പ്രാധാന്യമില്ല എന്ന് ലേഖിക പറയുന്നുണ്ട്. ചിത്രഭാഷയിൽ സമാനമായ എണ്ണമറ്റ കലണ്ടർ സിനിമ പോസ്റ്റർ ബിംബങ്ങളും ഇന്ന് വരെ നിലനിന്നതും ആ വിധത്തിലാണ്. ഉടൽ, വസ്ത്രം, ആഭരണം, പണം, സ്ഥാവരജംഗമ വസ്തുക്കൾ തുടങ്ങിയവയിലൂടെ പ്രതിഫലിക്കുന്ന വ്യാവസായിക ബന്ധങ്ങളാണ് അവയിലെല്ലാം വർദ്ധിച്ചത്. അപ്പോൾ അവിടെ ദാർശനികമായ ബന്ധമില്ല, പകരം വ്യാവസായിക ബന്ധം മാത്രമേ ഉള്ളൂ. ഉടൽ, വസ്ത്രം, ആഭരണം, പണം, സ്ഥാവരജംഗമ വസ്തുക്കൾ ഇവയിലൂടെ കിട്ടുന്ന വ്യാവസായിക ബന്ധങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഉപഭോക്തൃ സമൂഹത്തിൽ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന മനുഷ്യ ശരീരങ്ങളും വസ്തുക്കളുമെല്ലാം കാമനകൾക്കുള്ള വസ്തുക്കളായി മാറുന്നു എന്ന് പറയുന്നു. അപ്പോൾ വ്യാവസായിക സമൂഹം അല്ലെങ്കിൽ ഉപഭോക്തൃ സമൂഹത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞിരിക്കുന്നതിന് പ്രാധാന്യമുണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഇന്നത്തെ സമൂഹത്തിൽ വസ്തുക്കൾക്ക് കാമനാബന്ധങ്ങളാണുള്ളത്, അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉപഭോക്തൃ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങളാണുള്ളതെങ്കിലും നവോത്ഥാന കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഈ കാമനാബന്ധങ്ങൾക്ക് അപ്പുറം പോകാവുന്ന സംവാദ ബന്ധങ്ങൾ അക്കാലത്ത് സാധ്യമായിരുന്നു. ഒരേ സമയം ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെയും ലൗകികമായ പ്രശ്നപരിഹാരങ്ങളുടെയും മാർഗമാണിത്. ബ്രാഹ്മണാചാരങ്ങൾക്ക് എതിർ നിൽക്കുന്ന കീഴ്ജാതി പരിസരങ്ങളിൽ നിന്നുള്ള തമിഴ് സിദ്ധ പാരമ്പര്യങ്ങളും ശൈവ സിദ്ധാന്തങ്ങളും പ്രതിഫലിക്കുന്ന 19-ാം നൂറ്റാണ്ടിൽ ദക്ഷിണേന്ത്യയിലെ പ്രാദേശികമായ ആത്മീയ ചിന്താധാരകളുടെയും സമ്മിശ്രമായ ഒരു പരിസരത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ എഴുത്തുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാമനാബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സംവാദ ബന്ധങ്ങൾ സാധ്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഭൗതിക സാഹചര്യം അവിടെ ഉണ്ട്. 19-ാം നൂറ്റാണ്ടിൽ അന്ന് ബ്രാഹ്മണാചാരം ഉണ്ട്. അതിന് എതിർവശത്ത് നിൽക്കുന്ന കീഴ്ജാതി പരിസരങ്ങളിലുള്ള തമിഴ് സിദ്ധ പാരമ്പര്യങ്ങളും ശൈവ സിദ്ധാന്തങ്ങളും അത് പ്രതിഫലിക്കുന്ന രീതിയിലാണ് ബ്രാഹ്മണാചാരങ്ങൾക്കെതിരെ, ബ്രാഹ്മണ മേധാവത്തിനെതിരെയുള്ള ഈ സങ്കല്പത്തിൽ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നതെന്നാണ് ലേഖിക പറയുന്നത്. ഭ്രമിപ്പിക്കുന്ന പകർപ്പ് ബിംബങ്ങളിൽ നിന്ന് വേറിട്ട് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ആവിഷ്കരിച്ചെടുക്കുന്ന യോഗാത്മകമായ സാധ്യതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അതായത് രാജാരവിവർമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്ത പകർപ്പ് ബിംബങ്ങളല്ല, പകരം സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുക്കുന്ന ആർജിച്ചെടുക്കുന്ന യോഗാത്മകമായ സാധ്യതകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അവിടെ വിഗ്രഹത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളല്ല, അതിൻ്റെ വിമോചന പ്രക്രിയയാണ് പ്രാധാന്യം. ശ്രീനാരായണ ഗുരു നടത്തിയ പ്രതിഷ്ഠകളെല്ലാം ഇത്തരം ഈ വിമോചനത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിഗ്രഹത്തിന് ഉപയോഗിച്ച വലിയ പഞ്ചലോക വിഗ്രഹമൊന്നുമല്ല, പകരം സാധാരണ വസ്തുക്കളായ കല്ല്,
വിളക്ക് കണ്ണാടി പോലുള്ളതാണ്. അപ്പോൾ അതായത് അവിടെ ആ സന്ദർഭങ്ങൾ സ്വന്തമായി ആർജിച്ചെടുത്ത ശേഷിയാണ് പ്രധാനം. അതിൽ വിഗ്രഹത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കല്ല പ്രധാനം. അതിൽ നിന്ന് കിട്ടുന്ന വിമോചന പ്രക്രിയ, അതായത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് നേരിടുന്ന തിരിച്ചടികളിൽ നിന്നുള്ള സാധാരണക്കാരുടെ വിമോചന പ്രക്രിയയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഈ വിമോചന പ്രക്രിയ ഈ പറഞ്ഞിരിക്കുന്ന പ്രതിഷ്ഠയുടെ പ്രാധാന്യമായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കലയും ഐക്യരൂപം പ്രാപിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യനെന്ന ആത്മബോധത്തിൻ്റെ പ്രയോഗം കൊണ്ട് പരിവർത്തിപ്പിക്കാവുന്ന അർത്ഥങ്ങളാണ് ഉടലുകൾക്കും വസ്തുക്കൾക്കും ഉള്ളത്. ഈ തിരിച്ചറിവിന് വേണ്ടിയാണ് ഗുരു കല്ല്, കണ്ണാടി, വിളക്ക് തുടങ്ങിയ പല ആശയരൂപങ്ങളായ പ്രതിഷ്ഠകൾ നടത്തിയത്. അപ്പോൾ ഗുരു കല്ല്, കണ്ണാടി, വിളക്ക് പോലുള്ള ആശയരൂപമായ പ്രതിഷ്ഠ നടത്തിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മനുഷ്യനെന്ന ആത്മബോധത്തിൻ്റെ പ്രയോഗം കൊണ്ട് പരിവർത്തിപ്പിക്കാവുന്ന അർത്ഥങ്ങളാണ് ഉടലുകൾക്കും വസ്തുക്കൾക്കും ഉള്ളത്. മനുഷ്യനെന്ന ആത്മബോധത്തിൻ്റെ പ്രയോഗം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുന്ന വസ്തുക്കളാണ് ഉടലുകൾക്കും വസ്തുക്കൾക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് വരാൻ വേണ്ടിയാണ് ഗുരു കല്ല്, കണ്ണാടി, വിളക്ക് മുതലായ ആശയരൂപങ്ങളായ പ്രതിഷ്ഠകൾ നടത്തിയത്. നമ്മുടെ ശരീരം നശ്വരമായൊരു വസ്തുവാണെങ്കിലും അറിവിനെയും കാലത്തെയും തിരിച്ചറിയുന്ന ഒരു പ്രക്രിയയിൽ ഉടലടയാളങ്ങളെല്ലാം അറിവിൻ്റെ അമൂർത്തമായ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെടുന്നു. അങ്ങനെ വസ്തുക്കൾ അറിവ് എന്ന പ്രക്രിയയിൽ മൂല്യവത്തായ മുഹൂർത്തമായി മാറുന്നു. ഇനി എന്തുകൊണ്ട് കല്ലും കണ്ണാടിയും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, കല്ലും കണ്ണാടിയും മലയാളികൾക്ക് അവരുടെ ഓർമ്മകളിലേക്കുള്ള ആരാധന വസ്തുക്കളാണ്. കല്ലിൽ ഒരു വിഗ്രഹം മാത്രമല്ല, ഓർമ്മയും പരേതരുടെ ജീവിത തുടർച്ചയും പണിയാം. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠാപനത്തിൽ കല്ലും കണ്ണാടിയും ഉൾക്കൊള്ളുന്ന സങ്കല്പനം വെറുമൊരു വിഗ്രഹത്തിൻ്റേതല്ല, മറിച്ച് സദ്ദേവതകളെ, അതായത് ശൈവ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ശിവൻ പോലുള്ള സദ്ദേവതകളെ പ്രതിഷ്ഠിച്ചു കൊണ്ട് നടത്തിയ അനിശ്ചിതവും യാദർച്ഛികവും ചരിത്രപരമായ പരീക്ഷണങ്ങളാണ്. കാളി, മാടൻ തുടങ്ങിയ ദേവതകളും മൃഗബലിയും എല്ലാം അടങ്ങുന്ന ഈഴവരടക്കമുള്ള കീഴ്ജാതിയുടെ ദൈവബിംബ പരിസരങ്ങളുടെ അടിത്തറ ഇളക്കുന്നതായിരുന്നു ഗുരുവിൻ്റെ ഇത്തരം പ്രതിഷ്ഠാപനങ്ങൾ. യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ പ്രവൃത്തിയിൽ ആരാധന വിഗ്രഹങ്ങളും ബിംബങ്ങളും നീതിയുടെയും സൗന്ദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആധ്യാത്മിക പരിസരത്തിൽ ഒരു പരീക്ഷണമായി നിൽക്കുകയാണ് ഉണ്ടായത്. ജാതിയുടെ ക്ഷേത്രരൂപങ്ങളിലൊന്നും ഉൾക്കൊള്ളാനാകാത്ത മനുഷ്യവംശത്തിൻ്റെ അമൂർത്തമായ ബോധമാണ് കല്ലും കണ്ണാടിയും കൊണ്ട് സൂചനയായിരിക്കുന്നത്. ഇനി ലേഖിക പറയുന്നത് പ്രതിഷ്ഠയുടെയും പ്രതിഷ്ഠാപനത്തിൻ്റെയും നിർവചനങ്ങളാണ്. പിന്നെ അതനുസരിച്ച് പ്രതിഷ്ഠയെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: വസ്തുക്കളുടെ നിർമ്മാണത്തിനും അതിൽ അധ്വാനത്തിനും ഉള്ളതിനേക്കാൾ മൂല്യം അത് പ്രതിദാനം ചെയ്യുന്ന സങ്കല്പത്തിന് കൊടുക്കുമ്പോഴാണ് ഒരു വസ്തു പ്രതിഷ്ഠയാകുന്നത്. അപ്പോൾ നമുക്ക് ഒരു സാധാരണ ഉദാഹരണം എടുത്താൽ, ഇപ്പോൾ ഒരു ആ കല്ല് വാങ്ങാൻ ആവശ്യമായ കാശിനേക്കാളും അതിൽ പ്രതിദാനം ചെയ്യുന്ന സങ്കല്പത്തിന് പ്രാധാന്യം ഉണ്ടായി എന്ന് വരാം. അപ്പോൾ എങ്കിൽ അതിൻ്റെ മൂല്യമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി ചിലവാക്കിയ പണമല്ല, പകരം അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളാണ്. ഇപ്പം നമ്മളൊരു ദൈവത്തിൻ്റെ ചിത്രം, ആ ചിത്രം ചിലപ്പോൾ 100 രൂപയുടെ ചിത്രമായിരിക്കാം. അപ്പോൾ എങ്കിലും അത് നമ്മൾ പൂജാമുറിയിൽ കൊണ്ടുവച്ച് വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതിൽ കിട്ടുന്ന മറ്റൊരു മൂല്യമുണ്ട്. ആ മൂല്യമാണ് പ്രതിഷ്ഠ എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ലേഖിക പറഞ്ഞു വയ്ക്കുന്നത്. ഇനി പ്രതിഷ്ഠാപനത്തിൻ്റെ പറ്റിയാണ്. പ്രതിഷ്ഠിക്കപ്പെടുന്ന ഏതിടത്തും പ്രതിഷ്ഠ അതിൻ്റെ സങ്കല്പത്തിന് വിധേയമാക്കും. പക്ഷേ ഒരു വസ്തു നിൽക്കുന്ന ഇടം അതിനെ ഒരു സ്വയം പൂർണ്ണമായ വിഗ്രഹമാകാതെ അതിൻ്റെ വസ്തുതാപരതയെക്കുറിച്ചുള്ള ആലോചന വിഷയമാക്കുമ്പോൾ അത് പ്രതിഷ്ഠാപനമായി മാറുന്നു. ഒരു ചരിത്രപരവും മൂർത്തവുമായ രാഷ്ട്രീയ പ്രശ്നം എന്ന നിലയിൽ തുടർന്നുള്ള തലമുറകൾക്ക് സജീവമാകാനുള്ള ആലോചന വിഷയമാണ് നാരായണ ദർശനത്തിലും പ്രതിഷ്ഠാപനത്തിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠാപനം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു സങ്കല്പം നമ്മൾ ഒരു നിശ്ചിത ആശയം പ്രകടിപ്പിച്ചുകൊണ്ടൊരു സങ്കല്പം ഉണ്ടാക്കി വെച്ചുവെങ്കിലും അത് അടുത്ത് വരുന്ന തലമുറകൾക്ക് അതൊരു ദർശനത്തിന് സ്വഭാവം വരികയും അതിൽ ചില മാറ്റങ്ങൾ വരുത്തി പുതിയ തലമുറകൾക്ക് അത് അവരുടെ ജീവിത മുന്നേറ്റത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രതിഷ്ഠാപനം എന്ന സങ്കല്പത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഒരു പ്രതിഷ്ഠ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആശയങ്ങളെ നമുക്ക് പൊതുവെ പ്രതിഷ്ഠാപനമെന്ന് പറയാം. പക്ഷേ ആ പ്രതിഷ്ഠാപനത്തിൻ്റെ പ്രത്യേകത അത് ഒരിടത്ത് സ്വയം പൂർണ്ണമായി നിൽക്കുന്നില്ല, അതിന് മാറ്റങ്ങൾ വരുത്താം. ആ മാറ്റങ്ങൾ വരുത്തി അതിനെ ഒരു പുതിയ ആലോചന വിഷയമാക്കി മാറ്റി പുതിയ തലമുറയ്ക്ക് ഒരു ദാർശനിക സ്വഭാവം ഉണ്ടാകുന്ന സമയത്ത് അതിനെ പ്രതിഷ്ഠാപനം എന്ന് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാരായണ ദർശനങ്ങളെല്ലാം തന്നെ ഓരോ വായനയിലും പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും ശ്രീനാരായണ ഗുരുവിനെ ഓരോ പ്രാവശ്യം വായിക്കുന്ന സമയത്തും ആ കിട്ടുന്ന ദർശനങ്ങൾ വ്യത്യാസം വരുന്നത് കൊണ്ട് അതൊരു പ്രതിഷ്ഠാപനമാണെന്ന് ലേഖിക പറഞ്ഞു വയ്ക്കുന്നു.
ലേഖിക തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠയും നാരായണ ദർശനത്തിന്റെ പ്രതിഷ്ഠാപനവും തമ്മിലുള്ള അന്തരം വിലയിരുത്തപ്പെടേണ്ട ഒന്നാണ്. ദാർശനികന്റെ വ്യക്തിപ്രഭാവവും അയാളുടെ ദാർശനികതയെ ചരിത്രപരമായി നിലനിർത്തുന്ന രീതിയും രണ്ടാണ്. കല്ലിലോ ഗുരുവിലോ അല്ല ഒരു സംഭവം ആയി പ്രതിഷ്ഠ നടക്കുന്നതിൻ്റെ പ്രക്രിയാപരമായ ലക്ഷ്യങ്ങളിലാണ് നാരായണ ദർശനത്തിൻ്റെ പൊരുൾ അടങ്ങിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഇനി അതിന് തുടർന്ന് പറയുന്ന മറ്റൊരു കാര്യം, ആധുനിക അർത്ഥത്തിലുള്ള കലാസന്ദർഭങ്ങളിലും സമാനമായ വഴികളുണ്ടെന്ന് ലേഖിക പറയുന്നുണ്ട്. ഒരു വസ്തു അതിൻ്റെ വസ്തുത വെളിപ്പെടുത്തുന്ന ഏത് സ്ഥാനങ്ങളിലും പുതിയ ചില സ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തങ്ങളുടെ പാരമ്പര്യത്തിൽ പ്രതിദാനം ചെയ്ത ലോകത്തിൻ്റെ ഒരു പുതുക്കൽ 20-ാം നൂറ്റാണ്ടിലെ ആധുനിക കലയുടെ പാശ്ചാത്യ പാരമ്പര്യത്തിലുണ്ട്. പക്ഷേ അവ കലയുടെയും ജീവിതത്തിൻ്റെയും പകർപ്പ് ബിംബങ്ങളാണ് ആയാണ് പ്രത്യക്ഷപ്പെടുന്നത്. കലയുടെ പേരിലുള്ള മൂലധന വിപണിക്ക് അനുയോജ്യമായ രീതിയിലാണ് അവ നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ അവയിൽ നിന്ന് മോചനം നേടുന്ന രീതിയിൽ ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് മൂല്യാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ദാദായിസ്റ്റ് പ്രസ്ഥാനം 20-ാം നൂറ്റാണ്ടിൽ സൂറിച്ചിലും ന്യൂയോർക്കിലുമൊക്കെ ഉദയം കൊണ്ടു. അതായത് നമ്മൾ സാധാരണ ഉപഭോക്തൃ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന സങ്കല്പങ്ങളിൽ നിന്ന് മാറിയിട്ട് ദാദായിസ്റ്റ് പ്രസ്ഥാനം പോലുള്ള പുതിയ കലാപ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു എന്ന കാര്യമാണ് ലേഖിക അവിടെ പറയുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞിരിക്കുന്ന കലയും രാഷ്ട്രീയവും ഒന്നിച്ചു ചേരുന്ന രീതി ഈ പറഞ്ഞിരിക്കുന്ന ലേഖിക പറയുന്നുണ്ട്. അക്കാലത്ത് നിലവിലിരുന്ന അധികാര കേന്ദ്രീകൃതമായ മധ്യവർഗ ബൂർഷ്വ സങ്കല്പങ്ങൾ നിരസിക്കുകയാണ് ദാദായിസ്റ്റുകൾ ചെയ്തത്. പാശ്ചാത്യ ആധുനിക കല ദാദായിസ്റ്റുകൾ തുറന്ന വഴി ഏറെ ദൂരം മുന്നോട്ട് പോയി. കലാപ്രതിഭ, കലാകാരൻ, മൗലിക സൃഷ്ടി തുടങ്ങിയ മധ്യവർഗ ബൂർഷ്വ ആശയങ്ങൾക്കെതിരായ ആത്മനിഷേധ സ്ഥാനങ്ങൾ ഉയർന്നു വന്നു. വസ്തുക്കളുടെയും ഇടങ്ങളുടെയും ബന്ധങ്ങളുടെ യാദൃച്ഛികത ഉളവാക്കിയ ഇത്തരം സ്ഥാനങ്ങൾ കലകളിലും ഒരു പ്രമേയമായി മാറി. കല എന്നത് സാങ്കേതിക വൈദഗ്ധ്യത്തോടെ നിർമ്മിക്കപ്പെടുന്ന ഒരു പകർപ്പ് ബിംബമല്ല, വസ്തുവിൻ്റെ വാസ്തവികതയെ കടന്നുപോകുന്ന ചിന്താകുലമായ പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന സംവാദാത്മകമായ ബന്ധമാണുള്ളത്. ചിന്ത കൊണ്ട് മോചിപ്പിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന ഏതൊരാളും കലാകാരൻ എന്ന പേരിന് അർഹനാണ് എന്ന് ലേഖിക പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവും ആധുനിക കലകളിൽ മലയാള പരിസ്ഥിതികൾ അങ്ങനെ നിന്നിരുന്ന ഒരാളാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൻ്റെ ആശയങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട്, ഒന്നാമത്തെ പോയിന്റായിട്ട് കലയും രാഷ്ട്രീയവും ഒന്നായിത്തീരുന്ന സന്ദർഭങ്ങൾ നവോത്ഥാന കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിരിതയുടെ കഥയുമൊക്കെ അതിനകത്ത് ചേർത്ത് വെച്ച് പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റായിട്ട് കലയിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും സമൂഹത്തെ ചൂഷണം ചെയ്യാൻ ഉപയുക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഘടകങ്ങളെ വിമർശിക്കുന്നതിന് ഈ പറഞ്ഞിരിക്കുന്ന പ്രതിഷ്ഠാപനം ഇടയാക്കി. ഇനി മൂന്നാമതായി വിഗ്രഹപ്രതിഷ്ഠകൾ വിമോചന പ്രക്രിയയുടെ ഭാഗമാണെന്ന് പറയാം, മൂന്നാമത്തെ പോയിന്റായിട്ട്. ഇനി നാലാമത്തെ പോയിന്റായിട്ട് വസ്തുക്കൾ അറിവ് എന്ന പ്രക്രിയയിൽ അത് മൂല്യവത്തായി മാറുന്നുണ്ട്. അപ്പോൾ പ്രതിഷ്ഠയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അറിവ് ശേഖരിക്കുക, അറിവ് എന്നുള്ളത് ദാർശനികമായ അറിവാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. ഇനി അടുത്ത അഞ്ചാമതൊരു പോയിന്റായിട്ട് ചിന്ത കൊണ്ട് മോചിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്ന ഏതൊരാളും കലാകാരൻ എന്ന പേരിന് അർഹനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രത്യേകത അദ്ദേഹമെങ്കിൽ അങ്ങനെ ഒരു കലാകാരനാണെന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുവിലും കലയും രാഷ്ട്രീയവും സംയോജിക്കുന്ന കാര്യം അദ്ദേഹം പറയുന്നു. അത്തരത്തിൽ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠകൾ എല്ലാം പ്രതിഷ്ഠാപനത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്ന് ലേഖിക പറഞ്ഞു വയ്ക്കുന്നു.